നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ ബി പിള്ളൈ, ഡയറക്ടർ, കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയ ലൈൻ, ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം. ഇന്നിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വാതരോഗങ്ങൾ മലയാളത്തിൽ നമ്മൾ പറയും. പിന്നെ ഇംഗ്ലീഷിലായിരുന്നു റൊമാറ്റിക് ഡിസീസ്. അപ്പോൾ ഈ വാതരോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരേ ഇത് തന്നെയാണ്. റൊമാറ്റിക് ഡിസീസ് എന്ന് ഇംഗ്ലീഷ് പറയുന്നുള്ളത്. പിന്നെ മലയാളത്തിൽ വരുമ്പോൾ ആയുർവേദത്തിൽ വരുമ്പോഴത്തേക്ക് അതിന് പറയുന്നത് ആമവാദം, അങ്ങനെ പല രീതിയിൽ അവർ പറയുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷ് വരുമ്പോഴത്തേക്ക് നമുക്ക്, അതായത് മോഡേൺ മെഡിസിനിൽ അല്ലെങ്കിൽ ഹോമിയോപ്പതിക് മെഡിസിൻ അവർ പറയുന്നത് ഈ പല രീതിയിലുള്ള റൊമാറ്റിസം. അപ്പോൾ അത് റൊമാറ്റിക് ആർത്രൈറ്റിസ് വരും, റൊമാറ്റിക് ഹാർട്ട് വരെയുണ്ട്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപൊറോസിസ്. ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതിൻ്റെ ജനറലായിട്ട് ഇപ്പോൾ ഉദാഹരണം, ഇതെല്ലാം അഫക്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ജോയിൻസുകളെയാണ്. അതായത് ഈ നമ്മുടെ സ്പെഷ്യലൈസേഷൻ പറയുകയാണെങ്കിൽ ഓർത്തോ, അല്ലെങ്കിൽ ഓസ്റ്റിയോപതിക് മെഡിസിൻ, അതായത് ജോയിൻറ്റുകൾക്കും എല്ലിനും ഉണ്ടാകുന്ന സോക്കേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലിൻ്റെ ഒരു വകഭേദം തന്നെയാണ് പല്ലും. അപ്പോൾ അതിനകത്ത് നമ്മൾ പല്ലിനെയും കൂട്ടണം. അപ്പോൾ ഇത് പ്രധാനമായിട്ട് വരുന്നത് ചില സോക്കേടുകൾ ഈ ഇൻഫെക്ഷൻ കൊണ്ടുവരാം ഈ ജോയിൻറ്റുകൾക്ക്, പിന്നെ തേയ്മാനം കൊണ്ടുവരാം, പിന്നെ അതുപോലെ തന്നെ ഈ ന്യൂട്രീഷൻ്റെ കുറവ് കൊണ്ടുവരാം. ന്യൂട്രീഷൻ കുറവെന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം കാൽസ്യം, പിന്നെ ഗ്ലൂക്കോസാമൈൻ, പിന്നെ ടെൻഡൻ വേണ്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഓരോ കുറവ് കൊണ്ട് നമ്മുടെ ജോയിൻറ്റുകളിൽ ഇത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ജോയിൻറ്റുകളെ അഫക്റ്റ് ചെയ്യുന്നത് നിസ്സാരമല്ല. അതിന് പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണം, വേദനയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വേദന സംഹാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള ഒരെണ്ണേ വരുന്നുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേദന സംഹാരി കൊടുത്തു കഴിഞ്ഞാൽ 4 hours to 8 hours അത് വർക്ക് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താണ്, പിന്നെ വീണ്ടും പഴയതായി വീണ്ടും കഴിക്കണം. അപ്പോൾ ഈ വേദന സംഹാരിയിൽ ഏറ്റവും കൂടുതൽ എന്ന് കഴിഞ്ഞാൽ ചേർക്കുന്നത് പാരാസിറ്റമോൾ അതുപോലുള്ള ഈ ഡ്രഗ്സുകളാണ്. അപ്പോൾ ഈ ഡ്രഗ്സുകൾ കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡ്രഗ്സുകൾ ഏൽക്കാതെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ പിന്നെ അതിന് നമ്മൾക്ക് അതിൻ്റെ ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ആയുർവേദിക് മെഡിസിൻ വളരെ ഫലപ്രദമായിട്ടുണ്ട്, ഹോമിയോപ്പതിക് മെഡിസിൻ ഫലപ്രദമായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ വേദന നിൽക്കാൻ പറ്റിയ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂപഞ്ചർ എന്ന് പറയും. അതായത് ചൈനീസ് മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. പക്ഷേ എന്നാലും അത് ആയുർവേദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അക്യൂപഞ്ചർ. അത് ചൈനീസ് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് ചൈനീസ് അക്യൂപഞ്ചർ. അപ്പോൾ ഈ അക്യൂപഞ്ചറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സഹിക്കാൻ വയ്യാത്ത ഏത് വേദന, ഇപ്പോൾ ഉദാഹരണം ക്യാൻസറിൻ്റെ വരെ ആയാലും നിൽക്കും. അതൊക്കെ നമ്മൾ ഇത് നീഡിൽസാണ് ഉപയോഗിക്കുന്നത്. ഈ നീഡിൽസ് പോയിൻ്റ് കൊടുത്തിട്ട് അതിന് ഇലക്ട്രോണിക് സ്റ്റിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് എൻഡോർഫിൻ എന്ന് പറയുന്ന സെക്രീഷൻ ഉണ്ടാക്കും. അത് നമ്മുടെ ന്യൂറോ ഡോക്ടർ അല്ലെങ്കിൽ ബ്രെയിൻ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിന് പെട്ടെന്ന് അറിയാൻ പലർക്കും പറയും എൻഡോർഫിൻ തിയറി. അപ്പോൾ എൻഡോർഫിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ പെത്തിഡിൻ അല്ലെങ്കിൽ നാച്ചുറൽ മോർഫിയയുടെ ഇറക്കി നമ്മുടെ ബോഡി തന്നെ ഇതെല്ലാം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിനെ ഉത്തേജിപ്പിക്കാൻ ചില പോയിൻസുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി തന്നെ ഉത്തേജിക്കും. അത് തന്നെ അപ്പം ഈ വേദന സമയത്ത് ദോഷം വരുന്നില്ല, വേദനയിൽ നമുക്ക് ഫ്രീ ആയിട്ട് വരും. ഞാനിത് പറഞ്ഞെങ്കിൽ തന്നെയും ഇത് ഒരു ദിവസം കൊണ്ട് മാറുന്നതല്ല. പിന്നെ നമുക്ക് ഈ റൊമാറ്റിസത്തിന് വേണ്ടുന്നത് ഈ കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാവും. കാൽസ്യത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90% റൊമാറ്റിക് ഡിസീസ് ഉണ്ടാകുന്ന കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ്. അത് ഈ കുട്ടിക്കാലം തൊട്ടേ വരുന്നുണ്ട് കാൽസ്യത്തിൻ്റെ കുറവ്. ഇപ്പം ഉദാഹരണം, നമ്മുടെ ഒരു ഇന്ത്യയിലെ കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ ഈ നമ്മൾ കാരീസ് ഓഫ് ടീത്ത്, അതിന് മലയാളത്തിൽ പറയുന്ന പുഴുപ്പല്ലില്ലാത്ത കുട്ടികളെ കാണാൻ വലിയ പാടാണ്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അമ്മ ഗർഭിണി ആയിരിക്കുമ്പോൾ തന്നെ അവർക്ക് വേണ്ടത്ര കാൽസ്യം കിട്ടുന്നില്ല. അപ്പോൾ കാൽസ്യം കിട്ടാതെ വരുമ്പോൾ എന്ത് പറ്റും? ഇത് എല്ലിൽ നിന്ന് വലിച്ചെടുക്കും, പിന്നെ പല്ലിൽ നിന്ന് വലിച്ചെടുക്കും നമ്മുടെ ശരീരത്തിൻ്റെ കാൽസ്യത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ പല്ലും കേടാവും, എല്ലും കേടാവും. അപ്പോൾ നമുക്ക് ഈ അതായത് ഈ കാൽസ്യം ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഓൾ റൊമാറ്റിക് ഡിസീസ്, ഏത് വാതരോഗങ്ങൾക്കും കാൽസ്യം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പക്ഷേ ചില ഡോക്ടേഴ്സ് അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല.
അവർ വേദന സംഹാരി കൊണ്ട് നിർത്തും, അതുകൊണ്ട് നിൽക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ കാൽസ്യം കൊടുക്കുന്നത് തന്നെ, ഇപ്പം ഞാൻ കാൽസ്യത്തിൻ്റെ കാര്യം പറഞ്ഞു, നിങ്ങളിപ്പം ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാത്തൊരു പ്രോഡക്റ്റാണ് കാൽസ്യം. ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ തന്നെ കാൽസ്യം കിട്ടും. അത് ഒരു 10 ഗുളികയ്ക്ക് 50 അല്ലെങ്കിൽ 100 രൂപയ്ക്ക് കിട്ടുന്നതുമുണ്ട്. പക്ഷേ ഇതിനുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാൽസ്യം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അത് കിഡ്നി രോഗങ്ങളുണ്ടാകും. കിഡ്നി പോയിട്ട് ഡിപ്പോസിറ്റ് ചെയ്ത് കിഡ്നി സ്റ്റോൺ ഉണ്ടാകും. അതൊരു വലിയൊരു വിപത്തായിട്ട് മാറും. അതിനെന്താണ് വേണ്ടത്? കാൽസ്യം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ കാൽസ്യത്തിൻ്റെ കൂടെ തന്നെ വൈറ്റമിൻ K27 അതും കൂടെ കഴിക്കണം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസാമൈൻ, അതും നമ്മുടെ ജോയിൻറ്റിന് ആവശ്യമാണ്. അതുപോലെ ഇതുപോലെ പിന്നെ സമീകൃത ആഹാരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ചീരയില, മുരിങ്ങയില, അതുപോലെ തന്നെ ഈ മുട്ട, അതൊക്കെ വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ. പക്ഷേ അതുകൊണ്ട് നമ്മൾ സപ്ലിമെൻറ്റ്സ് തന്നെ ഉപയോഗിക്കണം. എന്നിട്ട് കഴിയുന്നത് വേദന സംഹാരികൾ ഒഴിവാക്കിയിട്ട് നാച്ചുറലായിട്ടുള്ള എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ഇവിടെ നമുക്ക് അവൈലബിൾ അല്ല എല്ലാ സ്ഥലത്തും. അത് മാത്രമല്ല ഉണ്ടെങ്കിൽ തന്നെയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് നല്ലതാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ അക്യുപ്രഷർ എന്ന് പറഞ്ഞ മെത്തേഡുണ്ട്, അതുവരെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പറ്റും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധാരാളം എല്ലാത്തിനും നമ്മുടെ ബോഡിയിലേക്ക് ഒരു ദിവസം ഫങ്ഷന് വേണ്ടിയിട്ട് ഒരു 4 ലിറ്റർ വെള്ളം ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ഗ്ലാസ് അല്ലെങ്കിൽ 15 ഗ്ലാസ് വെള്ളം ആവശ്യമുണ്ട്. വെള്ളത്തിൻ്റെ കുറവ് കൊണ്ടും എല്ലാ സോക്കേടും നമുക്കുണ്ടാകും. ഒന്ന് മാത്രമല്ല, ഹൃദ്രോഗം ഉണ്ടാക്കാം, കിഡ്നി പ്രോബ്ലം ഉണ്ടാവും, ഡൈജസ്റ്റീവ് പ്രോബ്ലം വരാം, അതുപോലെ ബോണിന് ജോയിൻറ്റുകൾക്കുണ്ടാകുന്നതെല്ലാം വരാം. അപ്പോൾ നിങ്ങൾ ഇതേപ്പറ്റി സെൽഫ് ട്രീറ്റ്മെൻറ്റിനേക്കായി നല്ലത് ഒരു നല്ല പ്രാക്ടീസ് ചെയ്യുന്നതും നല്ല അറിവുള്ള ഒരു ഡോക്ടറെ നിങ്ങൾ സമീപിച്ചു കഴിഞ്ഞാൽ ആ ഡോക്ടർ ജനറൽ ഫിസിഷ്യൻ ആണെങ്കിൽ തന്നെയും അവരിതിനെപ്പറ്റിയെല്ലാം കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ ഓർത്തോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരെ ഇത് ബോണിൻ്റെ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ ഓർത്തോയെ കാണിക്കാനും കുഴപ്പമില്ല. ജനറൽ ഫിസിഷ്യൻ കാണിച്ചു കഴിഞ്ഞാൽ അവർക്കും അറിയാം, എല്ലാവർക്കും ഇതേപ്പറ്റി അറിയാം. പക്ഷേ ഇതിൻ്റെ ഏറ്റവും കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ തന്നെയാണ്. നമ്മുടെ ബോഡി നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിനുള്ള കാൽസ്യം വളരെ വളരെ പ്രധാനമാണ്. അപ്പോൾ അത് ആണിനുങ്ങൾക്കും സ്ത്രീകൾക്കും ഒരുപോലെ വരും, കുട്ടികൾക്കും ആവശ്യമാണ്. കാരണം കുട്ടികൾക്ക് ഇതിൻ്റെ കുറവ് കൊണ്ടാണ് അവരുടെ പ്രായമായി വരും തോറും അവർക്ക് നടുവേദന, കൊച്ചു കുട്ടികൾക്ക് വരും നടുവേദന വരുന്നുണ്ട്, പല്ലുവേദന വരുന്നുണ്ട്, ജോയിൻറ്റ് പെയിനുണ്ട്. പക്ഷേ ഇതാരും അത്ര ശ്രദ്ധിക്കാറില്ല. ഒരു കുറച്ച് പ്രായം വരുമ്പോഴത്തേക്കാണ് അവരിതിനെപ്പറ്റിയൊരു കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ഈവൻ ആൻജിയോഗ്രാം വരെ ഒഴിവാക്കുക. എന്നിട്ട് ഹൃദയത്തിലുണ്ടാവുന്ന അടവുകളെ ലേറ്റസ്റ്റായിട്ട് ലേസർ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചിലവെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ബൈപ്പാസ് സർജറിയുടെ ഒരു 4-1 5 അല്ലെങ്കിൽ പകുതിയോ അതിൽ കൂടുതൽ ചിലവ് വരുന്നില്ല. അപ്പോൾ യൂറോപ്പിലും അമേരിക്കയിൽ പോയി ചെയ്യുന്ന അതേ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഞാനിവിടെ എൻ്റെ സെൻറ്ററിൽ കൊടുക്കുന്നത്. ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് നിങ്ങൾക്ക് വൈകിട്ട് 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.